ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മു സനോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പെരുന്നാൾ ദിവസത്തെ വ്ളോഗ് എടുത്തതാണ് കേട്ടോ. വ്ളോഗ് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നുമില്ല, നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു. പിന്നെ അന്നുണ്ടാക്കിയ ബിരിയാണി എടുത്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്നൊക്കെ. പിന്നെ അപ്പോൾ രാവിലെ അമ്മു അനുവൊന്നും നീച്ചിട്ടില്ല, അവർ ഇതാ റൂമിലാണ് കേട്ടോ, നല്ല ഉറക്കമാണ്. അപ്പോൾ ഞങ്ങൾ ആൾ ചിക്കൻ വാങ്ങാൻ പോർക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പണിയിലിങ്ങനെ ഇറക്കാണ്, കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ അമ്മുവാണ് ഫസ്റ്റ് എണീച്ച് വന്ന ആൾ കേട്ടോ. അമ്മു ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇലകളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നാരങ്ങ നീരാണ് കേട്ടോ. അപ്പോൾ ചെറിയ പാത്രമൊന്നും കയ്യിൽ കിട്ടാനും കൊണ്ട് ഞാനത് അങ്ങോട്ട് ആ പാത്രത്തിൽ ഒഴിച്ചേക്കുകയാണ്. പിന്നെ തൈര്, തക്കാളി അങ്ങനെ ഓരോന്നെല്ലാം വേണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി അരി ഒന്ന് കുതിർത്തുന്നില്ല കേട്ടോ. സാധാരണ ഞങ്ങൾ ഇതിന് നേരം കുതിർക്കാനൊക്കെ വെക്കലുണ്ട്. പിന്നെ അത് കഴുകി കൊടുന്നേക്കുമ്പോൾ തന്നെ വെള്ളമില്ലെങ്കിലും തന്നെ അത് കുതിർന്നോളും. പിന്നെ എന്താ വെച്ചാൽ ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാല ഇതാ ചൂടാക്കി വെച്ചിറക്കുകയാണ് കേട്ടോ, പൊടിക്കാൻ വേണ്ടിയിട്ട്. ചൂടാക്കാൻ പോവുകയാണേ, ചൂടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വറുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൽഡയിലാണ് ചെയ്തെടുക്കണത്. പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മളത് വരിയ ശേഷം കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അനു നീച്ച് വന്നിട്ടുണ്ട്, രണ്ടാളും നീച്ച് വന്നത് ആ ടി വി ഒക്കെ കാണാം കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞ് രാവിലെ സിമ്പിളായിട്ടൊരു ഉപ്മാവ് ഉണ്ടാക്കി കൊടുത്തു ഞാൻ. ഞങ്ങൾ എല്ലാ വർഷവും പെരുന്നാൾ ദിവസമൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാം ആഘോഷിക്കലുണ്ട്. ക്രിസ്മസിനാണെന്ന് വെച്ചാൽ കേക്ക് മുറിച്ച് ആഘോഷിക്കും, പെരുന്നാളിന് ബിരിയാണി ഉണ്ടാക്കിയ പെരുന്നാളും കൊള്ളും. പിന്നെ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കൽ വള്ളിപ്പോലെ അങ്ങനെയുള്ള ചടങ്ങൊന്നുമില്ലല്ലോ. ആകെ ബിരിയാണി ഉണ്ടാക്കുക, കഴിക്കുക, അത് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കണത്. പിന്നെ മസാലയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെമ്പ് അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണയാണ് ആദ്യം ഒഴിക്കാൻ പോണത്. നമ്മൾ ഉള്ളിയും ഫ്രൈ ചെയ്ത എണ്ണയാണ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചൂടാക്കിയ എണ്ണയും കൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ അതിലുണ്ടാവും. പിന്നെ ബാക്കി നമ്മൾ ഡാൽഡയാണ് ചേർക്കണത്, വേറെ ഇപ്പോൾ എണ്ണയൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അത് ചൂടായി വന്ന് ശേഷം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ അവിടുത്തെ കുക്കിംഗ് കേട്ടോ. പിന്നെ ഞാനില്ലാതെ അത് നടക്കില്ല, കാരണം അസിസ്റ്റൻ്റാണ്. ഉപ്പിടണമെങ്കിലും പ്രധാനപ്പെട്ട സാധനങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കണമെങ്കിലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അത് ചെയ്യൽ. കുക്കിംഗ് മാത്രം ആളെ ഏൽപ്പിക്കും, ആൾ ചെയ്യും. ഏൽപ്പിക്കുകയല്ല, ആൾ ചെയ്യലാണ് കേട്ടോ. കാരണം നല്ല ബിരിയാണി വയ്ക്കാനാണ് വെച്ചാലും, ഇപ്പോൾ ചിക്കൻ കറി വയ്ക്കാനാണ് വെച്ചാലും, വെജിറ്റബിൾ ഒരു സദ്യ തയ്യാറാക്കാനാണെങ്കിലും ആൾ നല്ല ഉഷാറാണ്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാല, മുളക് പൊടി. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് മസാലപ്പൊടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ എടുത്താൽ പാചകത്തിനേക്കാളും കൂടുതൽ വാചകമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ മുളക് പൊടി, മസാലകളെല്ലാം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, നല്ല പൊടിച്ചിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പുതിനയില, മല്ലിയില, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ആൾ കുക്ക് ചെയ്യണമൊക്കെ അടിപൊളിയാണ്. ഇനി ആ പറയണതിൽ വല്ല പൊട്ടത്തരോ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാൻ അത് അരിയൊക്കെ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുക്കറാണ് കയ്യിൽ കിട്ടിയപ്പോൾ കുക്കറിൽ അങ്ങോട്ട് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ ദമ്മിനുള്ള ഗോതമ്പ് പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഗോതമ്പ് പൊടിയാണുള്ളത്.
പിന്നെ വെള്ളം തിളച്ച ശേഷം ഇതാ അരി ഇട്ട് കൊടുത്തു. ഇനി ഉപ്പിടുന്നത് എൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഉപ്പിടുന്നത് ഞാനാണ് കേട്ടോ. ആക്കിയത് കയ്യളവാണ് എനിക്ക് ഏറ്റവും പറ്റുക. ഞാൻ സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല. ഇടുന്ന ഉപ്പ് ഏതിലേക്കായാലും അത് കറക്റ്റായിട്ടുണ്ടാവും, കറക്റ്റാവും. ഇന്നെപ്പോഴാണ് കേട്ടോ അനു. അവളത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉപ്പ് നല്ല കറക്റ്റാവും. ഒരു ശേഖരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല, അത്രയും ഇതാവും. പിന്നെ ഇതാ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചമ്മന്തിക്ക്, തേങ്ങ ചമ്മന്തിക്കുള്ള തേങ്ങ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ടി വി കാണുമ്പോൾ ചായ കുടിക്കുകയല്ല, അവൾ ചിത്രം വരയ്ക്കാണ് കേട്ടോ. ചായ കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞാണ്. അപ്പോൾ ഇന്ന് അടിക്കലും തുടക്കലൊക്കെ അനുവിനെ ഏൽപ്പിച്ചേ. എന്നൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഞാൻ അവളെ ഏൽപ്പിക്കുക, അപ്പോൾ അവൾ ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ ക്യാമറാമാനല്ലേ, അതും കൊണ്ടാണ് ഞാനത് അവളെ ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ തന്നെ അവൾ ചെയ്യല. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ചോറായപ്പോൾ പകുതി മുക്കാൽ ഭാഗം വെന്തിട്ടാണ് നമ്മൾ ചോറ് അതിലേക്ക് മാറ്റണത് കേട്ടോ, ഊറ്റിയിട്ട്. ഇനി ബാക്കി അതിൽ കിടന്ന് വെന്തോളും. അതിന് മുകളിലേക്ക് ഇനി അത് നിരത്തിയ ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തത്, മല്ലിപ്പരിപ്പും മുന്തിരിയൊക്കെ വെതറി കൊടുക്കുകയാണ്. മല്ലിയുടെ ഇലയും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ അതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുത്തു. പിന്നെന്താ മസാലപ്പൊടി, ഇനി ബാക്കിയുള്ള ഡാൽഡ അതിൻ്റെ മേലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ബിരിയാണീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അധികം നെയ്യ് കൊണ്ട് ഉപയോഗിക്കില്ല കേട്ടോ. ഒരുപാട് നെയ്യൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ലാസ്റ്റ് മാത്രമാണ് നമ്മൾ നെയ്യ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതുവരെ നെയ്യ് ഉപയോഗിക്കണില്ല. പിന്നെ നമ്മളിനി ദമ്മിട്ട് കൊടുക്കുക. അപ്പം മുകളിലെ പാത്രം കുറേ കാലം കൊണ്ടേ അത് ഞെണിങ്ങിയിറക്കണം കേട്ടോ. ഈ അടയ്ക്കണ പാത്രം ഒക്കെ ഷേപ്പൊക്കെ മാറിയും അതിൻ്റെ മുകളിൽ കനൊക്കെ വെച്ച് കൊടുത്ത് ദമ്മിട്ട് കൊടുത്തു. അപ്പോൾ തൈര് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങാച്ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങാച്ചമ്മന്തിയിൽ നമ്മൾ ഒരു കഷ്ണം 2 ഇല പുതിനയിലയും മല്ലി ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പുതിനയില മാത്രം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. ഈ ആവി ഇത് ചെമ്പിൻ്റെ അടപ്പും കൂടെ തുറക്കുമ്പോഴുള്ളൊരു മണം, ആവി പറക്കുന്നൊരു ബിരിയാണി മണം ഭയങ്കര രസമാണല്ലേ. അപ്പോൾ നമ്മൾ മുകളിലത്തെ ചോറ് വേറെ പാത്രത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇത് അടുക്കളയൊക്കെ ക്ലീനാക്കുക, പാത്രമൊക്കെ കഴുകുക, അവർക്ക് കഴിക്കാൻ കൊടുക്കുക, അതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കഴിക്കുക, അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ക്ലീനിങ് മാത്രമേ ഉള്ളൂ എനിക്കുള്ള പണി. ബാക്കിയെല്ലാം ആൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മുതാ ചിത്രം വരെയൊക്കെ കഴിഞ്ഞ് ആൾ മേക്കപ്പിലാണ്. മേക്കപ്പൊന്നും ചെയ്യില്ല കേട്ടോ, മുടിയൊന്നും വാരി കെട്ടുക മാത്രമേ ചെയ്യുള്ളൂ. വീട്ടിലിരിക്കുമ്പോൾ ഒരു കണ്ണെഴുതുക, പിരികെഴുതുക, ഈ പരിപാടിയൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയണതാണ്. അപ്പോൾ അതാ അവർക്ക് കഴിക്കാൻ ഞാൻ കൊടുത്തു കേട്ടോ. ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അമ്മ കഴിക്കാൻ വായിൽ വെക്കുന്നതിന് മുമ്പ് അടിപൊളി എന്ന് പറയുന്ന ഒരാളാണ്. അതായത് ഞങ്ങളുടെ എക്സ്പ്രഷൻ ക്വീനാണ് കേട്ടോ ഈ അമ്മൂസ്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കൽ കഴിഞ്ഞതാ ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു. ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതും കൊടുത്ത് കുടിച്ച് ഞാനങ്ങനെ ടി വിയൊക്കെ കണ്ടിരുന്നോളും, കളിക്കലൊക്കെ ആയിട്ട്. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതാണ് പണി. പാട്ട് ടി വിയിൽ പാട്ട് വയ്ക്കും. പിന്നെ നല്ല ഡാൻസ് കളി കേട്ടോ. 2 ആളുണ്ട്. ഒരാൾ ക്യാമറേൻ്റെ മുമ്പിലേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഷെയറും ചെയ്യണേ. ഷോർട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം.